വെറുതെ ഈവനിങ്ങിലൊക്കെ ഇരിക്കുമ്പോഴേ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് ചാറ്റ്. അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അത്ര ഹെൽത്തി ആണെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടറ്റോ ചിപ്സ്, മിക്സ്ചർ അതൊക്കെയാണ്. എങ്കിലും വൺസ് ഇൻ എ വൈലൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് സൈഡിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാനിന്ന് എൻ്റേതായ ഒരു രീതിയിലാണ് ട്രൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സ്ചറാണ്, നല്ല എരിവുള്ള മിക്സ്ചറാണ് ഇത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒമാൻ ചിപ്സാണ്. നിങ്ങൾക്ക് ഏത് പൊട്ടറ്റോ ചിപ്സും എടുക്കാം, ലെയ്സ്, കുർക്കുറെ അതൊക്കെ എടുക്കാം. ഞാൻ ഒമാൻ ചിപ്സാണ് എടുത്തിരിക്കുന്നത്, പൊട്ടറ്റോ ചിപ്സാണ് ഇത്. അപ്പോൾ അതിന് കുറച്ച് ഈ നാരങ്ങയുടെ പുളിപ്പുള്ളതാണ് ഈ ഒമാൻ ചിപ്സ്, അതുകൊണ്ട് ഞാൻ അതെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണേ. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇടാനുള്ളതെന്ന് വെച്ചാൽ ലെമൺ ജ്യൂസാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചാറ്റ്. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊരു ഹെൽത്തി ഓപ്ഷനായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. അല്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദൂര സ്ഥലത്തൊക്കെ നിൽക്കുന്ന ആളുകളിലെ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ചാറ്റ്സ് ഒന്നും അധികം കിട്ടാറില്ലല്ലോ. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് നമ്മുടെ ക്രേവിങ്സിനൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.